വെൽക്കം കൊച്ചിൻ ചാനൽ വ്യൂവേഴ്സ്. ഇന്നത്തെ നമ്മുടെ അതിഥി എറണാകുളം കലൂർ കടവന്തറ റോഡിലുള്ള കുമാരനാശൻ ജംഗ്ഷൻ സമീപത്തെ AGP ഹോം സെൻറ്റേഴ്സിൻ്റെ ഉടമയായ ശ്രീ കേലാട്ട് പ്രദീപ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ ഫർണിച്ചർ വ്യവസായ രംഗത്തെ ഏറ്റവും നൂതനമായ രീതികളെക്കുറിച്ചും മറ്റുള്ള വ്യാവസായിക രംഗങ്ങളെക്കുറിച്ചും നമ്മോടൊപ്പം പ്രതിപാദിക്കുന്നതാണ്. അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം സാർ, ഈ ഫർണിച്ചർ രംഗത്ത് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഇന്നത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് ജനങ്ങൾ പൊതുവെ കുറേ കൂടെ മോഡേൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സ്പെൻഡിങ് പണ്ട് കാലത്തെ മാതിരിയല്ല. ഒരു ഡൈനിങ് ടേബിൾ ചെയ്യുമ്പോൾ ഒരു ലൈഫ് ടൈം അല്ലെങ്കിൽ അടുത്ത ജനറേഷനെ കണ്ടുകൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. ഇന്നതല്ല, ഒരു ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു കാഷ്വലായിട്ട് ഒരു 5 വർഷം ഒരു 10 വർഷം മാക്സിമം ഉപയോഗിക്കുന്നു, യൂസ് ആൻഡ് ത്രോ ആണ്. പിന്നീട് അവർ തന്നെ അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു 30 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ചേഞ്ച് ചെയ്യുക. പിന്നെ ഇന്നലത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ലൈഫാണ്, എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബൈയിങ്ങും ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഏരിയ വളരെ കൂടുതലാണ്. 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതൽ ആരും ഫർണിച്ചർ ഉപയോഗിക്കാറില്ല. അല്ല, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. അപ്പോഴത്തേക്ക് അവർക്ക് തന്നെ അത് കണ്ടുമടുപ്പ് പോകുമ്പോൾ അവരത് മാറ്റി പുതിയതിലേക്ക് പോകും, പുതിയ ട്രെൻഡ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് പണ്ടത്തെ മാതിരി ഒരു തേക്കിൻ്റെ ടേബിൾ എന്ന് പറയുന്നതിന് പകരം ഇന്നിപ്പം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പല ടേബിൾ 10, 25, 30,000 രൂപയ്ക്ക് കിട്ടും. അത് വളരെ ഷോപ്പ് പീസ് ആയിരിക്കും, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കും, ഒരു കണ്ടംപററി സ്റ്റൈൽ വർക്ക്സ് ആയിരിക്കും. അപ്പോൾ അതാകുമ്പോൾ വീടിനും ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും, വീടിൻ്റെ മൊത്തത്തിൽ ഔട്ട്ലുക്കേ മാറും. ആ ഫ്രണ്ട് സർക്കിളായാലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് മേടിച്ചാണ് എന്താണെന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീൽ ചെയ്യും. ആ ഒരു കോൺസെപ്റ്റും പണ്ടത്തേന്ന് പറഞ്ഞാൽ ഇത് തേക്കിലാണോ ഇട്ടിയിലാണോ മറ്റുള്ള മരം ഏതാണ് അതിൻ്റെ ആ സോളിഡ്നെസ് ആണ് എടുത്തിരുന്നത്. ഇന്നത്തെ പൊതുവെ ആൾക്കാരുടെ ഒരു യൂസ് ആൻഡ് ത്രൂ ബ്യൂട്ടി കാണുമ്പോൾ ഒരു ന്യൂ ട്രെൻഡ്, പിന്നെ കൂടുതൽ ഏരിയ യൂസ് ചെയ്യാൻ പറ്റുക. ഇന്നത്തെ ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇൻസൈഡ് മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൂട്ടി മറ്റുള്ള രീതിയിലുള്ള മാക്സിമം ഏരിയ കുറച്ച് കവർ ചെയ്തുകൊണ്ടും. പണ്ടത്തെ ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കട്ടിലായിരുന്നു. ഇന്നിപ്പോൾ കട്ടിൽ ഇപ്പോൾ കിങ് സൈസ് തന്നെ കട്ടിൽ കുറവാണ് പോകുന്നത്. കൂടുതൽ ക്യൂൻ സൈസ് ഒരു ഫ്ലാറ്റ് ലൈഫിൻ്റെ ഒരു ക്യാപ്സൂൾ ടൈപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്സൂൾ ടൈപ്പ് ജനങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിലായും കുട്ടികൾക്ക് അവരവരുടേതായ ഒരു ഈ മാഗസീൻസും സിനിമകളും മറ്റേ ഇതിലൊക്കെ കണ്ടിട്ട് പുതിയ ട്രെൻഡ് മേക്കിംഗ് ആണ്. പണ്ടത്തെ മാതിരി ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു വെള്ളം പെയിൻ്റ് അടിച്ച് കുറേ തേക്കിൻ്റെ ഫർണിച്ചർ ഒന്നുമില്ല. ഇന്ന് ഓരോ റൂമിനും ഓരോ കോൺസെപ്റ്റ് ഉണ്ട്. ഓരോ റൂമിൻ്റെ അകത്ത് ബെഡ്ഷീറ്റ് എന്ത് ഉപയോഗിക്കണം, അവിടെ മാച്ചിങ് കർട്ടൺസ് എന്ത് ഉപയോഗിക്കണം, അതെല്ലാം നോക്കുമ്പോൾ നമ്മളുടെ സ്വന്തം രീതിയിൽ തന്നെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണലി ഇപ്പം ഒരു ഹോം സെൻറ്റർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ഒരു ഷോപ്പിൽ പോയാൽ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഇപ്പം ഞങ്ങളവിടെ ആണെങ്കിലും ക്രോക്കറി വേണമെങ്കിലും ബാത്ത് റൂം ടവൽസ് തൊട്ടിട്ട് കിച്ചൺ യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഹോം ഫർണിച്ചർ ആയാലും ഓഫീസ് ഫർണിച്ചർ ആയാലും കുട്ടികളുടെ സെപ്പറേഷനുണ്ട്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് സ്റ്റഡി ടേബിൾസ്, എൻ്റെ കുട്ടികളുടെ പങ്ക് ബെഡ്, ഈ കൂടുതൽ സ്ഥലം. കാരണം ആൾക്കാർ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ 2000 സ്ക്വയർ ഫുട്ട് കൂടുതൽ 1800 സ്ക്വയർ ഫുട്ട് വരെ വരുന്നതാണ് ഫ്ലാറ്റിൻ്റെ ഒരു രീതി. അതിലൊരു 2 ബെഡ്റൂം 3 ബെഡ്റൂം ഫ്ലാറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ മാക്സിമം ഏരിയ കുറച്ച് ഉപയോഗിക്കാം, കൂടുതൽ കാര്യങ്ങൾ നടപടിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫർണിച്ചേഴ്സാണ്. അതും നമ്മളെവിടെ മേക്ക് ചെയ്യുന്നതിനേക്കാളും കുറേ കൂടെ ലേബർ ആണെങ്കിലും മറ്റുള്ള രീതിയിൽ നോക്കുമ്പോൾ കോസ്റ്റും കുറവാണ് ഇമ്പോർട്ടഡ് ഫർണിച്ചർ. താങ്കളുടെ ഈ ഫർണിച്ചർ ബിസിനസ്സിൽ ഈ ഫർണിച്ചറിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് കുമാരനാശൻ ജംഗ്ഷനിൽ തന്നെയാണോ സ്ഥാപിച്ചിരിക്കുന്നത്? അതല്ല, ഞങ്ങളുടെ ഗാന്ധിനഗറിലാണ് ഞങ്ങളുടെ വർക്ക്ഷോപ്പും ഓഫീസും മറ്റുള്ള പ്രൊഡക്ഷൻ സെൻ്ററെല്ലാം സെപ്പറേറ്റ് ആണ്. അവിടുന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞു ആ സാധനങ്ങളാണ് നമ്മളിങ്ങോട്ട്, പിന്നെ കൂടുതലും മേക്സ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടും നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ വന്നിട്ട് നിങ്ങളൊരു ക്ലോത്ത് സെലക്ട് ചെയ്യുന്നു. ആ ക്ലോത്തിൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ ഇപ്പോൾ 2 ടൈപ്പ് സോഫ കണ്ടാൽ ഈ ക്ലോത്ത് വേണം, ഈ ഡിസൈൻ വേണം, അത് ടൈപ്പ് ഒരു 10-20 മോഡൽസും 20 ഡിഫറെൻറ്റ് കളേഴ്സും ഞങ്ങൾക്ക് ഒരേ സമയത്ത് ഓഫർ ചെയ്യാൻ പറ്റും. ഈ സോഫ സെറ്റിൻ്റെ ക്ലോത്ത്സിന് വേണ്ടി പ്രത്യേകം ഡിസ്പ്ലേ ഉണ്ടോ? ക്ലോത്തിന് ഡിസ്പ്ലേ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട്. ഒരു 10 ഷെയ്ഡ് 20 ഷെയ്ഡുള്ള ക്ലോത്ത്സ് കാണിച്ചു തരാം. അതിൽ നിന്ന് ഇന്ന ഡിസൈൻ ഇന്ന ക്ലോത്ത് ഇന്ന മാച്ചിങ്ങിൽ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതി ചെയ്തു തരും. വിത്തിൻ എ വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്ത് തരും. ഈ ഏതൊക്കെ തരത്തിലുള്ള ഫർണിച്ചർ കൂടുതൽ മൂവ് ചെയ്യുന്നു? ഇവിടെ ഈ
സോഫ സെറ്റ് അല്ലാതെ? അല്ല, സോഫ സെറ്റ് ഇന്നത്തെ ഒരു മാസ്റ്റർ ഐറ്റമാണ്. കാരണം സോഫ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഫ്ലോർ കംപ്ലീറ്റ് സോഫ സെറ്റ് തന്നെ. ഒരേ സമയം നിങ്ങൾക്ക് ഈ എറണാകുളത്ത് ഒരു 10 ഷോപ്പ് പോയാൽ കാണാവുന്ന സെലക്ഷൻ ഞങ്ങളുടെ ഒരു ഷോറൂമിൻ്റെ അകത്തുമുണ്ട്. 10 ഷോറൂം കയറിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും വോളിയം, അത്രയും ഏരിയ കവർ ചെയ്തുകൊണ്ട് അത്രയും വോളിയം പ്രോഡക്റ്റ് നിങ്ങൾ ഒരേ സമയത്ത് ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് ഒരേ ഫ്ലോറിൽ. ഈ ഫർണിച്ചറിന്റെ ഡിസൈൻ ഇന്റർനെറ്റ് വഴിയാണോ സെലക്ട് ചെയ്യുന്നത്? ഇന്റർനെറ്റ് അല്ല, ഞങ്ങളുടെ ഇത് ഇറ്റലിയുടെ ഒക്കെ ഡിസൈൻസ് ബുക്സ് ഉണ്ട്. ഇറ്റലി, ജർമ്മനി അങ്ങനെയുള്ള ബുക്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് ആ ബുക്സിൽ നിന്ന് കുറേയും കൂടെ ഐഡിയൽ ആയിട്ടുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്യും. പിന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കസ്റ്റമർക്കായാലും ഒരു പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞാൽ നെറ്റിൽ തന്നെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഫർണിച്ചിങ് സൈസും കളറും ഡിസൈൻ അല്ല അവരുടെ സെയിം ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. 10 ദിവസം കൊണ്ട് അവർക്ക് ഡെലിവറി വീട്ടിൽ കൊടുക്കുന്ന രീതിയിലുള്ള വർക്ക്ഷോപ്പ് സിസ്റ്റം ഉണ്ട്. ലെതറാണോ ഇതിൽ ഉപയോഗിക്കുന്നത്, അത് റെക്സിനാണോ എന്നും കസ്റ്റമറിന് വിട്ടു? അല്ല, അത് കസ്റ്റമറിന്റെ ബഡ്ജറ്റിനനുസരിച്ച്. ലെതർ ആകുമ്പോൾ റേറ്റ് ഹൈ, ഡബിൾ മോർ ദാൻ 1 ടൈം ജാസ്തി വരും. റെക്സിനാകുമ്പോൾ അതിന്റെ 50% കുറവായിരിക്കും. ക്ലോത്ത് ഉണ്ട്, ഇപ്പോഴത്തെ ഖാദി മെറ്റീരിയലൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാധനം. സോഫ സെറ്റാണ് ഏറ്റവും കൂടുതൽ താങ്കൾ ഡീൽ ചെയ്യുന്നത് ഫർണിച്ചർ ഐറ്റംസ്? അല്ല, സോഫ സെറ്റാണ് കൂടുതൽ മൂവ് ചെയ്യുന്ന ഐറ്റം. ബെഡ്റൂം സെറ്റ്സ് അല്ല, ഫർണിച്ചറിലായിട്ട് സെറ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നു. എല്ലാ തരത്തിലുള്ള തടികളും ഉപയോഗിക്കുന്നുണ്ട്? ഉണ്ട്, എല്ലാ തരത്തിലും ഏത് തടിയിൽ വേണമെങ്കിലും ചെയ്യും. ഈട്ടി തേക്കാണ് കൂടുതൽ ആൾ പ്രിഫർ ചെയ്യുന്നത്. ഈട്ടിയൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണോ? ഉണ്ട്, നമുക്ക് ഇവിടെ കിട്ടാനും ഇല്ല. നമ്മൾ ഈ ഈട്ടിയൊക്കെ ഇമ്പോർട്ട് ചെയ്യാവുന്നതുകൊണ്ട് ലോക്കൽ മാർക്കറ്റിലും കിട്ടും, അവൈലബിൾ ഉണ്ട്. ഈ സോഫ സെറ്റിനോടൊപ്പം ടീപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ടോ? അത് സീസണൽ സ്കീമായിട്ട് കൊടുക്കാറുണ്ടോ? അത് ഫ്രീ ആയിട്ട് സ്കീം ഉണ്ടാവും. നമ്മളിപ്പോൾ ഓരോ സമയത്തിന് സ്കീമിനനുസരിച്ച് ഫ്രീ സീസണൽ സോഫ മേടിച്ച ഒരു ടീപ്പോ ഫ്രീ എന്നുള്ള സീസണൽ സ്കീംസ് ഒക്കെയാണ്. ഈ AGP ഹോം ഡെക്കേഴ്സിന്റെ ഈ സ്ഥാപനത്തിലേക്ക് എറണാകുളത്ത് തന്നെയാണോ പ്രധാന കസ്റ്റമേഴ്സ് എല്ലാം വരാറുള്ളത്? അല്ല, എറണാകുളം ഡിസ്ട്രിക്ട്സ് നിന്ന് മേജർ വരാറ്. പിന്നെ ഞങ്ങളുടെ ഈ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിൻ്റെ ത്രൂല് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പം കണ്ണൂരിൽ നിന്നും ഇപ്പോൾ കോട്ടയത്തു നിന്ന് ഈവൻ ട്രിവാൻഡ്രത്തു നിന്ന് വരെ വലിയ ഇപ്പോൾ ഇവിടുത്തെ ലീഡിങ് ഒരു പൊളിറ്റീഷ്യൻ്റെ വീട്ടിലേക്കുള്ള കംപ്ലീറ്റ് ഫർണിച്ചർ ഇവിടുന്ന് കൊണ്ടുപോയത്. ഈവൻ വാൾ ഫ്രെയിംസ് വരെ എടുത്ത് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയത്. വളരെ ദൂരെ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൂടുതൽ കൊടുക്കാറുണ്ട്? അല്ല, അങ്ങനെ ഡിസ്കൗണ്ട് ഒന്നുമല്ല. പിന്നെ വോളിയം പാക്കേജ് ആകുമ്പം ജസ്റ്റ് ഒരു അതിലൊരു പ്രോപ്പർ ഡിസ്കൗണ്ട്, അതിലൊരു കോൺടാക്ട്സ്, ഒരു കണക്ഷൻസ്, അതിൻ്റെയൊക്കെ റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ ഉണ്ടല്ലോ. ആ ഡിസ്കൗണ്ട് കോമൺ ആയിട്ട് നമ്മൾ ഒരു കസ്റ്റമർ ആയാലും അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രമൈസ് ഉണ്ടായിരിക്കും. ഈ 4 നില ബിൽഡിംഗ് ഗ്രൗണ്ട് ഫ്ലോർ മുതൽ 4ാമത്തെ നില വരെയുള്ള ഓരോന്നും വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഏതൊക്കെ ഐറ്റംസ് ആണ്? ഗ്രൗണ്ട് ഫ്ലോറിൽ മെയിൻലി ടേബിൾ വെയർസ്, ക്രോക്കറി ആൻഡ് കിച്ചൺ ഐറ്റംസ്, അങ്ങനെയുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള നോറിറ്റാക്ക, ഇറ്റലി, ഫ്രാൻസിൻ്റെ നിന്നുള്ള കൊറിയോസ്, ക്രിസ്റ്റൽ പ്രോഡക്ട്സ്, ഷോ പീസസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അതേമാതിരി ബാത്റൂം ടവൽസ്, കിച്ചൺ ആപ്രൻസ് ആൻഡ് കിച്ചൺ ടവൽസ്, ഇങ്ങനെയുള്ള വിദേശികളും നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് കുറേ പോകുന്നുണ്ട്. ഈ വക ഐറ്റംസ്, ബെഡ്ഷീറ്റ്സ് നമ്മളിവിടുന്ന് എക്സ്പോർട്ടാണ് യൂറോപ്പിലേക്കും മറ്റുള്ളൊക്കെ. നമ്മൾ ഈ തമിഴ്നാട് പല ഏരിയകൾ ഇന്റീരിയർ ഏരിയയിൽ നിന്ന് എക്സ്പോർട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഹൈ എൻഡ് സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇമ്പോർട്ടഡ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിവിടെ എക്സ്പോർട്ടിങ് നടക്കുന്നുണ്ട്. അത് വളരെ ക്വാളിറ്റി ഉള്ളതാണ്, ഫിനിഷിംഗ് ഉള്ളതാണ്, വളരെ പ്രൈസ് ഹൈ ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഫർണിച്ചർ സോഫാസ് മാത്രം ഫസ്റ്റ് മോർ ദാൻ 50 പീസിൽ കൂടുതൽ ഫസ്റ്റ് ഫ്ലോറിൽ സോഫാസ് ഡിസ്പ്ലേയിലുണ്ട്. രണ്ടാമത്തെ സെക്കൻഡ് ഫ്ലോറിൽ ബെഡ്റൂം സെറ്റ്സ് ആൻഡ് കുട്ടികളുടെ പങ്ക് ബെഡ്, കുട്ടികളുടെ ബെഡ്റൂം സെറ്റ്സ്, കുട്ടികളോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ ഡൈനിങ് ഹാളിൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാളിൽ അലങ്കരിക്കും. യെസ്, ഡൈനിങ് ടേബിൾ മറ്റുള്ള സാധനങ്ങൾ ഒക്കെ സെക്കൻഡ് ഫ്ലോറിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേർഡ് ഫ്ലോറിൽ ഓഫീസ് ഫർണിച്ചർ ഐറ്റംസ്, ഓഫീസ് ആൻഡ് കോളേജ് യൂസ്, ഓഫീസിനും സ്റ്റഡി പർപ്പസിനായിട്ടുള്ളതുമായിട്ടുള്ള വിദേശത്ത് നിന്ന് വരുന്നതുണ്ട്. ഹോം മെയ്ഡ് ഫർണിച്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ ചൈന മാർക്കറ്റ് വളരെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന മാർക്കറ്റിൽ നിന്ന് വരുന്ന ഫർണിച്ചറുകൾ ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി ഫർണിച്ചറും ഉണ്ട്. നമ്മൾ പറയുന്ന ചൈന മാർക്കറ്റിലെ ഫർണിച്ചേഴ്സ് മോശമൊന്നും ഒരിക്കലും ഇല്ല. കാരണം നമ്മളവിടെ ബൈ ചെയ്യുന്നവർ തേർഡ് ക്ലാസ് ഫർണിച്ചർ മേടിച്ചുകൊണ്ട് വന്ന് പ്രോഫിറ്റ് മേക്കിംഗ് നോക്കുന്നു. അവിടെ ഫസ്റ്റ് ക്വാളിറ്റി സാധനമുണ്ട്. അമേരിക്ക, യൂറോപ്പ് എന്ന സ്ഥലത്തേക്ക് ചൈനയുടെ ഫർണിച്ചറാണ് പോകുന്നത്. പക്ഷെ ഞങ്ങൾ മേജറായിട്ട് ഡീൽ ചെയ്യുന്നത് തായ്ലൻഡ്, മലേഷ്യ,
ഇന്തോനേഷ്യയുടെ ഫർണിച്ചേഴ്സൊക്കെയാണ് ഞങ്ങൾ കൂടുതലും ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ ഫർണിച്ചറും അവരുടെ ഫർണിച്ചറും തമ്മിലുള്ള വ്യത്യാസം അല്ല, അവരതിന് ഹൈ ഫിനിഷിംഗ് ആയിരിക്കും. നമ്മളതിന് ക്വാളിറ്റി കുറഞ്ഞാൽ ഭയങ്കര ലുക്ക് ആയിരിക്കും. ലുക്ക് വൈസും പ്രൈസ് വൈസും ബെറ്റർ ആയിരിക്കും. നമ്മുടെ ലോക്കൽ മെയ്ഡ് എന്ന് പറഞ്ഞാൽ ലൈഫും ഉണ്ടാവും, കൂടുതൽ ലൈഫും ഉണ്ടാവും. അതിന് ആ ഫിനിഷിങ് അതിൻ്റെ ഉദ്ദേശിച്ച മാതിരി കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യില്ല. ആ ഒരു ഡിഫറൻസ്. അതിലെ സ്റ്റീൽ ഫർണിച്ചറുകളെ പറ്റി ഇടയ്ക്ക് ഒരു ഫീച്ചർ, സ്റ്റീൽ ഫർണിച്ചറുകൾ അവരുടെ ഇതിനെ വെല്ലാൻ ആർക്കും പറ്റില്ല. ചൈനയുടെ സ്റ്റീൽ ഫർണിച്ചർ പ്രൈസ് വൈസ് ആയാലും ഗ്ലാസ് ആൻഡ് സ്റ്റീലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ ഇന്ത്യയിലൊന്നും അത്ര ഫിനിഷ്ഡ് പ്രോഡക്റ്റോ അത്ര ബെറ്റർ പ്രൈസിനും സെല് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം നമ്മൾ ഇവിടുത്തെ മാർക്കറ്റ്. നാലാമത്തെ ഫ്ലോറിൽ ഏതൊക്കെ ഐറ്റംസ് ആണ്? നാലാമത്തെ ഫ്ലോറിൽ നമ്മുടെ മറ്റുള്ള കിച്ചൺ ഐറ്റംസ്, കിച്ചണോട് റിലേറ്റഡ് ആയിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ്. എത്ര വർക്കേഴ്സാണ് താങ്കൾക്കുള്ളത് ഈ ഫാക്ടറിയിൽ? ഫാക്ടറിയിൽ നമ്മുടെ ഒരു 15 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ബീഹാരീസ് അവരാണ് മേജർ പാർട്ടും. അവരാണ് മേക്കിംഗ്, സോഫ മേക്കിംഗ് ഒക്കെ അവരാണ് എക്സ്പെർട്സ്. നമ്മളവിടെ ആൾക്കാർക്കൊന്നും അതിനൊന്നുമുള്ള പേഷ്യൻസ്, അതിനുള്ള ഇൻട്രസ്റ്റും താല്പര്യങ്ങളൊന്നുമില്ല. അവരാണ് മേജർ നമ്മളടുത്ത് വർക്ക് ചെയ്യുന്നത്.